റെയിൽവേ പുറമ്പോക്ക് നിവാസികൾ 15 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്ന് റെയിൽവേ മധുര ഡിവിഷണൽ എഞ്ചിനീയർ ശേഖർ മുന്നറിയിപ്പ് നൽകി. അല്ലാത്തപക്ഷം ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നാണ് അറിയിപ്പ്. ഇന്ന് ഉച്ചയോടെയാണ് ഉദ്യോഗസ്ഥൻ പുനലൂർ TB ജംഗ്ഷന് സമീപമുള്ള പുറമ്പോക്ക് നിവാസികളെ നേരിൽ കണ്ട് 24-നകം കുടിയൊഴിയണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. 25ഓളം കുടുംബങ്ങളെ ഉദ്യോഗസ്ഥൻ നേരിൽ കണ്ടു. കഴിഞ്ഞ ദിവസം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡാനി തോമസ് ഗേജുമാറ്റ ജോലികൾ വിലയിരുത്താനെത്തിയിരുന്നു. മാർച്ച് 30-നകം ഇടമൺ പുനലൂർ റീച്ചിലെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നതിൽ കരാറുകാരനെ പരസ്യമായി ശാസിക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പുറമ്പോക്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട 80ഓളം കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കഴിഞ്ഞയാഴ്ച പട്ടയ വിതരണം നടത്തിയിരുന്നു. പുറമ്പോക്ക് നിവാസികളെ കുടിയൊഴിപ്പിച്ചാൽ മാത്രമേ ഗേജ് മാറ്റവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുള്ളൂ. 30-നകം പണി പൂർത്തീകരിക്കണമെങ്കിൽ ഇവരെ കുടിയൊഴിപ്പിച്ചേ മതിയാകൂ. ഡാനി തോമസിന്റെ സന്ദർശനത്തെ തുടർന്നാവാം എഞ്ചിനീയർ റെയിൽവേ പുറമ്പോക്ക് നിവാസികളെ നേരിൽ കണ്ട് കുടിയൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റെയിൽവേ പുറമ്പോക്കിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് കേളങ്കാവിലെ ലാൻഡ് ബാങ്കിൽ നിന്നും 3 സെന്റ് ഭൂമി വീതം നൽകുന്നുവെങ്കിലും ഇവിടെ ഇവർക്ക് വീട് നൽകുന്നതിനുള്ള പദ്ധതികളൊന്നും നഗരസഭ ആവിഷ്കരിച്ചിട്ടുമില്ല. ഇതിനായി നഗരസഭ പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയാൽ സംസ്ഥാന സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാമെന്ന് പട്ടയ വിതരണ ചടങ്ങിൽ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ അധികൃതർ ഇതിനു മുമ്പും ഒഴിഞ്ഞുപോകാൻ പുറമ്പോക്ക് നിവാസികൾക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ആരും ഒഴിഞ്ഞു പോയിരുന്നില്ല. സ്ഥലത്തിനു പുറമെ വീടും അനുവദിച്ചാൽ മാത്രമേ ഇവിടെ നിന്നും മാറാൻ കഴിയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പുറമ്പോക്ക് നിവാസികൾ. എന്തോ അവരിപ്പോ വന്ന് പറഞ്ഞ് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞ ഇറങ്ങി കൊടുക്കണോ? ഇറങ്ങി കൊടുക്കാൻ പറ്റത്തില്ല. ഒരു പട്ടയം 3 സെന്റ് സ്ഥലം തന്നെന്ന് പറഞ്ഞ് പിന്നെ അത് പോക്കുവരെയായിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ സ്ഥലം കൊണ്ട് കാണിച്ചില്ല. വീട് വെക്കാൻ യാതൊരു ആനുകൂല്യമില്ല. റെയിൽവേ പുറമ്പോക്കുകാർ ഇന്ന് ഇറങ്ങി കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങി കൊടുക്കണം. അത് എവിടുത്തെ നിയമം? കോടതി നിയമമൊക്കെ ഉള്ള ഞങ്ങൾ ഇറങ്ങി കൊടുക്കത്തില്ല. പുനരധിവസിക്കപ്പെടുമ്പോൾ ബസ് സൗകര്യം അടക്കം നൽകാമെന്ന നഗരസഭാ അധികാരികൾ ഇവർക്ക് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. റെയിൽവേ പുറമ്പോക്കിൽ കിടന്നുകൊള്ളാമെന്ന് ആർക്കും കരാർ എഴുതി നൽകിയിട്ടില്ലെന്നും വേണ്ട സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും നൽകാതെ യാതൊരു കാരണവശാലും ഒഴിഞ്ഞുപോകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പുറമ്പോക്ക് നിവാസികൾ. ഞങ്ങൾ ഒന്നാമത് മുണ്ടലക്കുന്നവരാ. ഞങ്ങൾ എങ്ങോട്ട് പോകും മക്കളെ? ക്യാമറാമാൻ വിമൽ KS നായർക്കൊപ്പം റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.